ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. എന്താ വിശേഷങ്ങൾ? റാഹത്തന്നല്ലേ? സുഖം തന്നെയല്ലേ? കൈഫ് ഹാലുക്കും ഷ്ലോൻക്കും ഷുഖ്ബാർക്കും അസാക്കും തയ്യിബീൻ ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇന്ന് ബ്ലോക്ക് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫിഷ്യൻസി എന്ന അറബിക് പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരുന്നു ഓരോ യൂണിറ്റിന്റെയും ലക്ഷ്യങ്ങളും പ്രാധാന്യവും പറഞ്ഞിരുന്നു അല്ലേ. ഫസ്റ്റ് യൂണിറ്റ് ഏതായിരുന്നു? അത്തഹിയ്യത്ത് വത്തആറുഫ് എന്നായിരുന്നു അല്ലേ. എന്തായിരുന്നു? അത്തഹിയ്യത്ത് വത്തആറുഫ്, ഗ്രീറ്റിംഗ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. നമുക്കറിയാം, നമ്മൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പല ആൾക്കാരോട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഗ്രീറ്റിംഗ്സിന്റെ ആവശ്യം ഉണ്ടാവും, ഇൻട്രൊഡക്ഷന്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ എങ്ങനെ അറബിയിൽ സംസാരിക്കാം? എല്ലാ ആൾക്കാരോടും ഒരേപോലെ പറയാ. കൂട്ടുകാരന്മാരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരോട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടൊക്കെ നമ്മൾ പെരുമാറേണ്ട രീതി, സംസാരിക്കേണ്ട പ്രയോഗങ്ങളൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിന്റെ പല മേഖലകളിൽ നമുക്ക് നമ്മളെ കുറിച്ച് പരിചയപ്പെടുത്താൻ, നമ്മൾ ഗ്രീറ്റിംഗ് ചെയ്യാനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അറബി ഭാഷ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട ഗോൾസ് എന്ന് പറയുന്നത് ഒന്ന് ഗ്രീറ്റിംഗ്സ്, നമുക്ക് അറബി ഭാഷയിൽ ഗ്രീറ്റിംഗ്സ് പ്രാക്ടീസ് ചെയ്യാം. മറ്റൊന്ന് ഇൻട്രൊഡക്ഷൻ പ്രാക്ടീസ് ചെയ്യാം, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ച് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കലാവട്ടെ, ഏതായാലും അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. മറ്റൊന്ന് അറബി ഭാഷ എഴുതാനും സംസാരിക്കാനും, അറബി സെന്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാനും എഴുതാനും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ശരി, അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മാസിൻ അഹമ്മദ് അബ്ദുള്ള എന്നീ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഭാഷണവും അവര് തമ്മിൽ നടക്കുന്ന ഒരു കഥയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. മാസിൻ അഹമ്മദ് താലിബ് ഷാബ് ബാലിഗ് മിൻ ഉംരിഹി 18 സന. മാസിൻ അഹമ്മദ് എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനായ വിദ്യാർത്ഥിയാണ്. താലിബ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി, ഷാബ് ചെറുപ്പക്കാരനായ വിദ്യാർത്ഥിയാണ് അല്ലെ. ബാലിഗ് മിൻ ഉംരിഹി 18 സന, അവന്റെ വയസ്സ് എത്രയാണ്? 18 വയസ്സാണ്. ജാഅ ഇലാ ഡൽഹി, ഡൽഹിയിലേക്ക് അവൻ വന്നു. എന്തിനാണ്? മിൻ ഖറിയത് കലീംപൂർ, കലീംപൂർ എന്ന ഗ്രാമത്തിൽ നിന്നും, ഫി വിലായത്ത് രാജസ്ഥാൻ, ആ ഗ്രാമം രാജസ്ഥാൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പൊ രാജസ്ഥാൻ സ്റ്റേറ്റിലുള്ള കലീംപൂർ എന്ന ഗ്രാമത്തിൽ നിന്നും അവൻ ഡൽഹിയിലേക്ക് വന്നു. എന്തിനാ വന്നത്? ലിയൽതഹിഖ ബിസ്സനത്തിൽ ഊല ഫി ബക്കാലൂരിയൂസുൽ ഹൻദസ അൽ മീക്കാനിക്കിയ ഫിൽ ജാമിയ അൽ മില്ലിയ അൽ ഇസ്ലാമിയ അല്ലെ. ജാമിയ മില്ലിയ ഇസ്ലാമിയയില് ഫസ്റ്റ് വർഷം ഡിഗ്രി ഏതില്? ഹൻദസ മെക്കാനിക്കിയ എന്ന് പറഞ്ഞാൽ മെക്കാനിക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ചേരാൻ വേണ്ടി, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ് അവൻ രാജസ്ഥാനിലെ കൊച്ചു ഗ്രാമമായ കലീംപൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ഡൽഹിയിലേക്ക് അവൻ വന്നത് അല്ലെ. അപ്പൊ ഇതാണ് ഒരു മാസിൻ അഹമ്മദ് എന്ന വിദ്യാർത്ഥിയെ കുറിച്ച് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ് അല്ലെ. നമുക്കിവിടെ മാസിൻ അഹമ്മദിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരാൾ പേരാക്കിയാലും നമുക്ക് ഇതേ പറയാം. അപ്പൊ മാസിൻ അഹമ്മദിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആക്കിയാലും ഇതേപോലെ തന്നെ പറയാം. മുഹമ്മദ് താലിബ് ഷാബ് ബാലിഗ് മിൻ ഉംരിഹി, എത്ര വയസ്സാണ്? അവിടെ നമുക്ക് വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വ്യത്യാസം ഉണ്ടെങ്കിൽ വയസ്സ് 19, 20 അങ്ങനെയൊക്കെ മാറ്റി കൊടുക്കാം അല്ലെ. ജാ ഇല ഡൽഹി, ഡൽഹിയിലേക്ക് വന്നു. ഡൽഹിയിലേക്ക് അല്ലാന്ന് വിചാരിച്ചോളൂ, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണ്. ജാ ഇല ദുബൈ, ജാ ഇല ഖത്തർ, ജാ ഇല മിസർ, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ആ സ്ഥലം, ആ ഇലക്ക് ശേഷം ഇലാ മറ്റു എന്നാണല്ലോ, എങ്ങോട്ട് വന്നു? ഡൽഹിയിലേക്ക് വന്നു പറഞ്ഞത്. അപ്പൊ ആ ഡൽഹി എന്നുള്ള സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പേരാക്കി കൊടുത്താൽ എന്താവും? നമുക്ക് ആ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥം കിട്ടും. ഓക്കെ, പിന്നെ ഇപ്പൊ ഉദാഹരണമാണെങ്കിൽ എടവണ്ണപ്പാറയിൽ നിന്നും, കേരളം സംസ്ഥാനത്തിലെ എടവണ്ണപ്പാറയിൽ നിന്നും കുവൈറ്റിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാ? ജാ ഇല കുവൈറ്റ് മിൻ ഖറിയത് എടവണ്ണപ്പാറ ഫി വിലായത് കേരള. ഓക്കെ, അപ്പൊ നമുക്ക് അതേപോലെ എന്താവാം? മാറ്റിക്കൊടുക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ്, ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഈ ടെക്സ്റ്റിൽ മാത്രം ഒതുങ്ങാതെ നമ്മൾ ഇത് വെച്ച് ഒരുപാട് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, വകാന സഈദൻ ജിദ്ദൻ അലാ നജാഹി ഫി ഇംതിഹാനിൽ ഖബൂൽ. വകാന സഈദൻ ജിദ്ദൻ, ആയിരുന്നു, സഈദൻ ജിദ്ദൻ അലാ നജാഹി ഫി ഇംതിഹാനിൽ ഖബൂൽ, എൻട്രൻസ് ടെസ്റ്റിൽ
അവൻ വിജയിച്ചത് കാരണം അവൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. സഈദൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിരുന്നു. ജിദ്ദൻ വെരി ഹാപ്പി ആയിരുന്നു. എന്ത് കാരണത്താൽ? അലാ നജാഹി ഫി ഇംതിഹാനുൽ ഖബൂൽ ബിഹാദിഹിൽ ജാമിഅത്തുൽ അരീക്ക. ജാമിഅത്തുൽ അരീക്ക എന്ന പ്രസ്റ്റീജിയസ് എന്ന് പറഞ്ഞാൽ ജാമിഅ അൽ അരീക്ക, ഈ പുരാതനമായ യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് ടെസ്റ്റിൽ അവന് വിജയിച്ചതിൽ വളരെ ഹാപ്പി ആയിരുന്നു. അല്ലതി തഹ്തൽ മർത്തബ സാലിസ ഫി തസ്നീഫിൽ വത്തനി ലിൽ ജാമിഅത്തിൽ ഹിന്ദിയ. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ഗ്രേഡിംഗിൽ 3-ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന ജാമിഅ മില്ലിയ ഇസ്ലാമിയയിൽ, പുരാതനമായ ഈ യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് ടെസ്റ്റ് പാസ്സായത് കാരണത്താൽ അവൻ വളരെയധികം ഹാപ്പി ആയിരുന്നു എന്ന് പറയാണ് അല്ലേ. ഓക്കെ. وقد جاء إلى دلهي برفقة والديه وأخته الصغيرة التي كانت تدرس في الصف الثامن في مدرسة قريتها. അവൻ ഡൽഹിയിലേക്ക് വന്നത് ബിറഫഖത്തി വാലിദൈഹി, ആരുടെ കൂടെയായിരുന്നു? മാതാപിതാക്കളുടെ കൂടെയായിരുന്നു. وأخته الصغيرة التي كانت تدرس في الصف الثامن في مدرستها في مدرسة قريتها. അത് ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെയായിരുന്നു. وأخته الصغيرة, അവന്റെ ചെറിയ അനിയത്തിയോട് കൂടെയായിരുന്നു. അല്ലത്തി കാനത്ത് തദ്റുസ് ഫി സഫി സാമിൻ, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന. ഫി മദ്രസ ഖറയത്തിയ, അവളുടെ ഗ്രാമത്തിലെ മദ്രസയിൽ, സ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ ചെറിയ പെങ്ങളോട് കൂടെയുമായിരുന്നു അവൻ എങ്ങോട്ട് വന്നിരുന്നത്? ഡൽഹിയിലേക്ക് വന്നത്. ഓക്കെ. സഫു സാമിൻ എന്ന് പറഞ്ഞാൽ 8-ാം ക്ലാസ്. അപ്പൊ വൗഖ്തിഹി സഗീറ, അവന്റെ ചെറിയ അനിയത്തിയോട് കൂടെ. അല്ലത്തി കാനത്ത് തദ്റുസ് ഫി സഫി സാമിൻ, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ ചെറിയ അനിയത്തിന്റെ കൂടെയാണ് അവൻ എവിടെ വന്നത്? അപ്പൊ ചെറിയ അനിയത്തിയുടെ കൂടെയും മാതാപിതാക്കളുടെ കൂടെയുമാണ് ഡൽഹിയിലേക്ക് വന്നതെന്ന് പറയാണ് അല്ലേ. അപ്പൊ സൊഫ് സാമിൻ എന്നുള്ളത് നമുക്ക് സൊഫ് എന്ന് പറഞ്ഞ ക്ലാസ് എന്നാ, സാമിൻ എന്ന് പറഞ്ഞ 8, താസിർ 9, നമുക്ക് മാറ്റി കൊടുത്താൽ മതി. ഇപ്പൊ സാബിയ 7, സാദിസ് 6-ാം ക്ലാസ്, അപ്പൊ അങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പൊ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഗീറ പറഞ്ഞ ചെറിയ അനിയത്തി എന്നാണ്. ഇനിയിപ്പോ ജ്യേഷ്ഠ, നമ്മള് മുതിർന്ന സഹോദരി എന്നൊക്കെയാണെങ്കിൽ ഉഖ്തിഹി, എന്താ പറയാ, ഉഖ്തിഹിൽ കബീറ എന്ന് പറയാം. കബീറ എന്ന വലിയ സഹോദരി, സഗീറ എന്ന ചെറിയ സഹോദരി. ഓക്കെ. ഉഖ്ത് എന്ന സഹോദരി, അഖ് എന്ന് പറഞ്ഞ സഹോദരൻ എന്ന് പറയും. وبعد أن تمت إجراءات القبول في الجامعة, യൂണിവേഴ്സിറ്റിയിൽ ഇജ്റാഅത്തുൽ ഖബൂൽ എന്ന് പറഞ്ഞാൽ അഡ്മിഷന്റെ വർക്കുകളൊക്കെ പൂർത്തിയായപ്പോൾ, അതിനുശേഷം, ബാദാന ശേഷം, ആഫ്റ്റർ, യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസിന്റെ വർക്കും പേപ്പർ വർക്കും കാര്യങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയായതിനു ശേഷം, വഗാദറ അഹ്ലുഹു ഇലാ ബൈതി ബഅദ ഉസ്ബു, ഒരാഴ്ചക്ക് ശേഷം അവന്റെ വീട്ടുകാർ, അവന്റെ ഉപ്പയും ഉമ്മയും സഹോദരിയും ഒക്കെ വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം മാസിൻ തുടങ്ങി യഹസ്സു ബിൽ ഗുർബ, ഒരു ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഏകാന്തത ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം വയഷ്താഖുൽ അഹലി, കുടുംബത്തിലേക്ക് ആഗ്രഹം വരാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഫലം യസ്ബിഖ് ലഹു ഇഖാമ അക്സർ മിൻ യൗമൈൻ ഖാരിജ ബൈതി, അവന്റെ വീടിന്റെ പുറത്ത് 2 ദിവസത്തിൽ കൂടുതൽ അവൻ എന്തായിട്ടില്ല, ഇതുവരെ വേറെ സ്ഥലത്ത് താമസിച്ചിട്ടില്ല. അപ്പൊ വീടിനെ വിട്ടു നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഏകാന്തതയും ലോൺലിനെസ്സും ഒക്കെ ഫീൽ ചെയ്യും അല്ലെ. ശരി. വലം നജിദ് ബഅദു, ഇതേവരെ അവൻ എത്തിച്ചിട്ടില്ല സദീഖൻ, ഒരു കൂട്ടുകാരെ അവന് കിട്ടിയില്ല. യുആനിസുഹു ഫിൽ ജാമിഅ, യൂണിവേഴ്സിറ്റിയിൽ അവനോട് ബന്ധം പുലർത്തുന്ന, അവനോട് കൂട്ടുകൂടുന്ന ഒരു കൂട്ടുകാരനെ അവൻ എന്തായാലും ഇതുവരെ കിട്ടിയില്ല. അങ്ങനെ ഫൈദ് ഹുവ ജാലിസുൻ വഹീദൻ ഫി അഹദി മഖാഹിൽ ജാമിഅ, യൂണിവേഴ്സിറ്റിയിലെ ഒരു കോഫി ഷോപ്പ്, മഖാഹി പറഞ്ഞ കോഫി ഷോപ്പുകൾ പറയാം, അഹദ് മഖാഹി പറഞ്ഞാൽ കോഫി ഷോപ്പുകളിൽ നിന്നും ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ലാഹലഹു താലിബ് ഷാബ്, നല്ലൊരു യുവാവായ ഒരു ചെറുപ്പക്കാരനായ വേറൊരു വിദ്യാർത്ഥി കാണുകയാണ്. ഉൽ ആഖിർ ജദീദ് ഫിൽ ജാമിഅ, അവനും എന്ത് പുതിയ യൂണിവേഴ്സിറ്റി പുതിയ ആൾ തന്നെയാണ്. ഫഖ്തറ മിൻഹു, അങ്ങനെ എന്തായി, ഈ മാസിൻ അഹമ്മദിനെ കാണുന്ന ആ ഒരു വിദ്യാർത്ഥി മാസിൻ അഹമ്മദിന്റെ അടുത്തേക്ക് വന്നു, മിൻഹുയുടെ അടുത്തേക്ക് വന്നു. മുസാഫ എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടി എന്തായി, വലത്തെ കൈ നീട്ടി. അങ്ങനെ രണ്ടുപേരും രണ്ടുപേരും എന്തായി, ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു. അങ്ങനെ വദാറത്ത് ബൈനഹുമ, ബിറ്റ്വീൻ രണ്ടുപേരുടെ ഇടയിൽ ദാറത്ത് നടന്നു, സംഭവിച്ചു. അൽ മുഹാദസത്തു താലിയ, താഴെ പറയുന്ന സംഭാഷണം സംഭവിച്ചു. നമുക്ക് ആ സംഭാഷണത്തിലേക്ക് പോകട്ടെ. അപ്പൊ അബ്ദുള്ള പറയാണ്, മർഹബൻ അഖി, ഒരാളെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യാണ്. ആ വന്ന ആളുടെ പേര് അബ്ദുള്ള എന്നൊക്കെ മനസ്സിലായി നമുക്ക് അല്ലെ. അപ്പൊ ഒരാളെ ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തുടങ്ങിയ മർഹബൻ, സ്വാഗതം, അഖി, എന്റെ സഹോദര. അഖ് എന്ന് നമ്മൾ പറഞ്ഞു ബ്രദർ എന്നാണ് മീനിങ്.
ഉഖ്ത് പറഞ്ഞാൽ സിസ്റ്റർ, അഹ് എന്ന് പറഞ്ഞാൽ ബ്രദർ. ഇവിടെ അഹി എന്ന് പറയുമ്പോൾ മൈ ബ്രദർ എന്ന് പറഞ്ഞിട്ട്, മർഹബൻ അഹി, മൈ ബ്രദർ, വെൽക്കം. ഇപ്പൊ തിരിച്ചും പറയാണ് മർഹബൻ. അപ്പൊ ഇത് മനസ്സിലായി. ഗ്രീറ്റിംഗ്സിൽ പ്രധാനപ്പെട്ട ഒരു വേർഡാണ് മർഹബൻ എന്നുള്ളത്. നമ്മളൊരാളെ കാണാൻ പോവുകയാണെങ്കിൽ ഫസ്റ്റ് കാണുമ്പോഴോ അല്ലെങ്കിൽ സംസാരം തുടങ്ങുമ്പോഴൊക്കെ മർഹബൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരാളെ റൂമിലേക്ക് വരികയാണ്, നമ്മൾ ഒരാളെ വീട്ടിലേക്ക് പോകണമെങ്കിൽ മർഹബ മർഹബ എന്ന് പറയാം. അപ്പൊ തിരിച്ചെന്ത് പറയണം? ഒന്നുകിൽ മർഹബത്തൈൻ എന്ന് പറയാം, അഹ്ലൻ വസഹലൻ എന്നൊക്കെ പറയാം. ഇവിടെ മാജിൻ പറഞ്ഞതുപോലെ തിരിച്ച് മർഹബൻ തന്നെ തിരിച്ചു പറയാം. ഓക്കെ, ഒക്കെ ചെയ്യാം. ഇതൊക്കെ ഗ്രീറ്റിംഗ്സിൽ പെട്ടതാണ്. ഇസ്മി അബ്ദുള്ള ഉണ്ടോ, ഇൻട്രൊഡക്ഷൻ നടത്തുകയാണ്. ഇസ്മി അബ്ദുള്ള വഅന താലിബ് ജദീദ് ഫി ഹാദിൽ ജാമിഅ. എന്റെ പേര് അബ്ദുള്ള എന്നാണ്, ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ പുതിയ വിദ്യാർത്ഥിയാണ്. താലിബാണ് വിദ്യാർത്ഥി, ജദീദ് എന്ന് പറഞ്ഞ ന്യൂ അല്ലെ. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലെ പുതിയൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ മാജിൻ തിരിച്ചു പറയാണ്, എന്റെ പേര് മാജിൻ അഹമ്മദ് എന്നാണ്, ഞാനും ഈ യൂണിവേഴ്സിറ്റിയിൽ എന്താണ്, പുതിയ ഒരു വിദ്യാർത്ഥി. അപ്പൊ ഐലൻ എന്ന് പറഞ്ഞാൽ ആൾസോ താലിബ് ജദീദ് ഫി ഹാദിൽ ജാമിഅ. ശരി. അപ്പൊ അബ്ദുള്ള പറയാണ്, ഫി അയ്യത്തി ദൗറത്തിൻ നിൽതൽ ഖബൂൽ സദീഖി. ഫി അയ്യത്തി ദൗറ, ഏത് കോഴ്സിനാണ് നിൽതൽ ഖബൂൽ, നിനക്ക് എൻട്രൻസ് കിട്ടിയത്, സദീഖി മൈ ഫ്രണ്ട്. സദീഖ് പറഞ്ഞ ഫ്രണ്ട് അല്ലെ. അപ്പൊ പറയാണ് മാജു പറയാണ്, നിൽതുൽ ഖബൂൽ ഫി ബക്കാലിയൂസ് അൽ ഹൻദസ അൽ മെക്കാനിക്കിയ. എനിക്ക് എൻട്രൻസ് കിട്ടിയത് മെക്കാനിക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയിലാണ് എനിക്ക് എൻട്രൻസ് കിട്ടിയത്. നിനക്കോ? എന്ന് പറഞ്ഞാൽ ആൻഡ് യു എന്ന് വെച്ചാൽ നമ്മൾ ആൻഡ് യു, വാ എന്ന് പറഞ്ഞ ആൻഡ് എന്നുള്ള മീനിങ് ആണ്, ആൻഡ് യു. അപ്പൊ ആൻഡ് യു, നിനക്കോ എന്ന് ചോദിക്കാണ്. നിനക്ക് ഏത് കോഴ്സിലാണ് എൻട്രൻസ് കിട്ടിയെന്ന് ചോദിക്കാണ് തിരിച്ച് മാസന്. അപ്പൊ അബ്ദുള്ള എന്ത് മറുപടി പറയാണ്? അനഫി ഖിസ്മിൽ ലുഗത്തിൽ അറബിയ, ഞാൻ അറബി ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റിലാണ് ഉള്ളത്. ഫി മർഹലത്തിൽ ബക്കാലിയൂസ്, ഡിഗ്രി ലെവലിലാണ്. അസനൽ ഊല, ഒന്നാമത്തെ വർഷമാണ്, ഫസ്റ്റ് ഇയർ ആണ്. വഹ്മദുല്ലാഹ് കസീറൻ, ഞാൻ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കുന്നു. അല അൻ വുഫിഖ്തു ലിന്നജാഹ് ഫി ഇംതിഹാനിൽ ഖബൂൽ. എന്ത് കാരണം? ഈ എൻട്രൻസ് ടെസ്റ്റ്, ഇംതിഹാനുൽ ഖബൂൽ എന്ന് പറയുന്ന എൻട്രൻസ് ടെസ്റ്റ് അല്ലെ. അപ്പൊ എൻട്രൻസ് എക്സാമിനേഷനിൽ ഞാൻ വിജയിക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കുന്നു. ഫിൽ ലുഗത്തിൽ അറബി, അറബി ഭാഷയിൽ ഡിഗ്രിക്കുള്ള എൻട്രൻസ് ടെസ്റ്റിൽ ഉന്നതമായിക്കൊണ്ട് വിജയിക്കാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അതേപോലെ ലിഅകൂന ജുസ്അൻ മിൻ ഹാദിഹിൽ ജാമിഅത്തിൽ അരീഖ അഷ്ശഹീറ അല്ലത്തി തതമയ്യസ് ബൈനൽ ജാമിഅത്തിൽ വതനിയ്യ അൽ ഉഖ്റ ഫി നവാഹി കസീറ. പല പോയിന്റ് ഓഫ് വ്യൂയിലും മറ്റു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളെക്കാൾ, ജാമിഅത്തുൽ വതനിയ്യ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളെക്കാൾ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന പ്രശസ്തമായ, ഷഹീറ പ്രശസ്തമായ, അതുപോലെ പുരാതനമായ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഭാഗമാകാൻ സാധിച്ചതിലും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അഷ്കുറുല്ലാഹി ബിവജീന ഖാസ്, പ്രത്യേകമായിക്കൊണ്ട് അള്ളാഹു ഞാൻ അഷ്കുർ നന്ദി പറയുന്നു. ശുക്രൻ എന്നൊക്കെ പറയും നമ്മള്. ശുക്രൻ എന്ന് പറഞ്ഞാൽ താങ്ക് യു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് തിരിച്ചു പറയണത്? അഫ്വൻ എന്ന് പറയണം. ഒരാളെ ശുക്രൻ എന്ന് പറഞ്ഞാൽ അഫ്വൻ എന്ന് പറയാം, അൽ അഫ്വൻ എന്നൊക്കെ പറയാം. ഓക്കെ. അഷ്കുറുല്ലാഹി ബിവജ്ഹിൻ ഖാസ്, അള്ളാഹുവിനെ ഞാൻ പ്രത്യേകമായിക്കൊണ്ട് നന്ദി പറയുന്നു. അല അൻഹു ഇഖ്താറനി ലിഅതഅലമ ഫി ഖിസ്മിൽ ലുഗൽ അറബിയ്യ, അറബി ഭാഷ ഡിപ്പാർട്ട്മെന്റിൽ, അറബി ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് പഠിക്കാൻ, ആ ഫാക്കൽറ്റിയിൽ എനിക്ക് ഖിസ്മ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്, ഫാക്കൽറ്റി എന്നൊക്കെ പറയാം. ഖിസ്മുൽ ലുഗത്തിൽ അറബിയ, അറബിക് ഭാഷ ഡിപ്പാർട്ട്മെന്റ്, ലാംഗ്വേജ് അറബിക്കിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാംഗ്വേജ് അറബിക്, അതിൽ പഠിക്കാൻ അള്ളാഹുവിനെ തെരഞ്ഞെടുത്തു. അതിന് ഞാൻ അള്ളാഹുവിന് പ്രത്യേകം നന്ദി പറയുന്നു. അല്ലദീ യുഅ്തബർ അഫ്ളൽ ഖിസ്ം ലിലുഗത്തിൽ അറബിയ ഫിൽ ജാമിഅത്തുൽ ഹിന്ദിയ, ഈ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ വെച്ച് അറബി ഭാഷ പഠിക്കാൻ ഏറ്റവും, അറബി ഫാക്കൽറ്റി ഏറ്റവും ഉഷാറായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമിഅ മില്ലിയ, ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി. അപ്പൊ ആ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പഠിക്കാൻ അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തതിൽ, അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അള്ളാഹു ഞാൻ പ്രത്യേകം എന്താകുന്നു, നന്ദി പറയുന്നു. കാരണം എന്താന്ന് അന്ന അസാജിദഹ, കാരണം ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് മുതമയ്യിസൂൻ, വളരെ എക്സലന്റ് ആയ ആൾക്കാരാണ്. ബാരിഊൻ, സ്കിൽഡ് ആയ ആൾക്കാരാണ്. മുഹന്നിക്കൂൻ, എക്സ്പീരിയൻസ് ആയ ആൾക്കാരാണ്. ഓക്കെ. ജിദ്ദ എന്ന് പറഞ്ഞാൽ വെരി എക്സ്പീരിയൻസ്ഡ്, മുഹന്നിക്കൂൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആയ ആൾക്കാരാണ്. ഓക്കെ. അപ്പൊ മാസിൻ എന്താണ് മറുപടി പറയാണ്, യുസ്ഇദുനി കസീറൻ നജാഹുക സദീഖി, നിന്റെ വിജയം എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു കൂട്ടുകാരാ. അന ഐലൻ, ഞാനും സഈദുൻ ജിദ്ദൻ, വെരി ഹാപ്പി, ഞാൻ എന്താണ് വളരെ ഹാപ്പിയാണ്. എന്താ കാരണം? അല അൻ തമ്മ ഖബൂലി ഫി ഖിസ്മിൽ ഹൻദസ, അല അൻ തമ്മ ഖബൂലി, എന്റെ എന്താ പറയാ എൻട്രൻസ് പൂർത്തിയായി. ഫി ഖിസ്മിൽ ഹൻദസത്തിൽ മെക്കാനിക്കിയ, മെക്കാനിക് എഞ്ചിനീയറിംഗ്
ഡിപ്പാർട്ട്മെന്റിൽ എന്റെ അഡ്മിഷൻ പൂർത്തിയായത് കാരണത്താൽ ഞാനും വളരെ ഹാപ്പിയാണ്. ഫിഹാദിഹിൽ ജാമിഅത്തുൽ മുംതാസ, ഈ ഒരു എക്സലന്റ് ആയ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ മെക്കാനിക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതിൽ ഞാനും വളരെ ഹാപ്പിയാണ്. അപ്പൊ ഇൻഷാ അല്ലാ, എന്നിട്ടൊരു ദൃഢപ്രതിജ്ഞ, എന്താ പറയാ, ഞാൻ നല്ല ഉഷാറായി പഠിക്കും എന്ന് പറയാം. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ എന്ന് സാധാരണ അറബികൾ പറയാറുണ്ട് അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ, നാളെ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ഇൻഷാ അല്ലാ എന്ന് പറയണം അല്ലെ. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അതൊരു ശുഭാപ്തി ഒരു സംസാരമാണത്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, അപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് കഴിവ് നൽകുകയാണെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാ ചെയ്യും എന്നുള്ള അർത്ഥമാണ് അതിന് ഉള്ളത് അല്ലെ. അപ്പൊ ഇൻഷാ അല്ലാ ലൻ ഉദ്ദഖിറ വുസ്അൻ ഫിൽ ഇസ്തിഫാദ് മിനൽ ബിഅ അൽ ഇൽമിയ അൽ മുതാഹ ഹുന. ഇവിടെ സൗകര്യമായ ഈ ഒരു ബിഅ എന്ന അന്തരീക്ഷം, ഇൽമിയ എന്ന വൈജ്ഞാനികപരമായ അന്തരീക്ഷത്തിൽ നിന്നും ഞാൻ വൈജ്ഞാനികമായ അന്തരീക്ഷത്തിൽ നിന്നും വിജ്ഞാനം കരഗതമാക്കുക. ഇസ്തിഫാദ പറഞ്ഞാൽ വിജ്ഞാനം നേടിയെടുക്കുന്നതിൽ ഞാൻ ഒരു കുറവും വരുത്തൂല എന്ന് പറയാൻ. വസൗഫ അബ്ദുലു മാ ബിവുസ്ഇ മിൻ ജുഹദ്, ഞാൻ എന്റെ കഴിവ് പരമാവധി എന്താവും വിനിയോഗിക്കും. ലിയതഖറജ മിൻഹ, ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്താവാൻ വേണ്ടി, ഗ്രാജുവേഷൻ നേടാൻ വേണ്ടി. ആമിലൻ അൻ ഉഹഖ്ഖ നജാഹൻ ബാഹിറൻ, പ്രതീക്ഷിച്ചുകൊണ്ട്, എന്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, അൻ ഉഹഖ്ഖിഖ നജാഹൻ ബാഹിറൻ, വളരെ അത്ഭുതകരമായ ഒരു വിജയം കരസ്ഥമാക്കി ഞാൻ ഈ ഒരു കരസ്ഥമാക്കണം എന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ എൻ്റെ എല്ലാ ഊർജവും ഇവിടെ വിനിയോഗിക്കുന്നത്. എന്തിനാണത്? ലിറഫ്ഇ മിൻ ദിക്രി ജാമിഅത്തി, യൂണിവേഴ്സിറ്റിയുടെ പദവി ഉയർത്താനും അതേപോലെ വസുംഅത്തി വാലിദയ്യ അല്ലദൈനി അല്ലഖ അലയ്യ ആമാലൻ കബീറ, എൻ്റെ മേൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച എൻ്റെ മാതാപിതാക്കൾക്ക് അവരുടെ യശസ് ഉയർത്താനും ഞാൻ വളരെ അത്ഭുതകരമായ ഒരു വിജയം ഞാൻ കാഴ്ചവെക്കുന്നു പറയാൻ. ഓക്കെ, ഇപ്പൊ അബ്ദുള്ള ചോദിക്കുകയാണ്, മിൻ ഐന അൻത യാ മാസിൻ, മിൻ ഐന അൻത, വേർ ആർ യു ഫ്രം. യാ മാസിൻ, മാസിനെ നമ്മൾ ഒരാളെ വിളിക്കൂലേ, വിളിക്കാനാണ് യാ പറയുന്നത്. യാ മാസിൻ, മാസിനെ. മിൻ ഐന അൻത്, എവിടെ നിന്നാണ് നീ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഒരാളെ വിളിക്കാൻ അവിടെ നമ്മൾ സാധാരണ മലയാളത്തിൽ ലാസ്റ്റ് ഒരു എന്നുള്ള ട്യൂണാക്കലല്ലേ. മുഹമ്മദ്, അൻഷാദ് അല്ലേ, പിന്നെ ഏത് ഫാത്തിഹ, ഷമീറെ, അതേപോലെ യാ എന്നാണ് അറബിയിൽ പറയാ, എന്നല്ല. ഇപ്പൊ യാ മാസിൻ, മാസിനെ എന്നർത്ഥം കിട്ടും. യാ പറഞ്ഞാൽ വിളിക്കാനാണ് യാ. ഓക്കെ, മാസിൻ പറയാണ്, അന മിൻ ഖറിയത്ത് കലീംപൂർ ഫി വിലായത്ത് രാജസ്ഥാൻ. രാജസ്ഥാൻ സംസ്ഥാനത്തിലെ, രാജസ്ഥാൻ സ്റ്റേറ്റിലെ കലീംപൂർ എന്ന ഗ്രാമത്തിലാണ് ഞാൻ. വഹിയ ഖറിയ സഗീറ, ചെറിയ ഗ്രാമമാണ്. ഫി മുഖാത്താത്ത്, രാജ്കോട്ട്. മുഖാത്ത എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ജില്ല. അപ്പൊ രാജ്കോട്ട് ജില്ലയിലെ ചെറിയൊരു ഗ്രാമമാണ് എന്ത്, കലീംപൂർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് വേറെ സെൻസ് ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ എവിടുന്ന്, അന മിൻ ഖറിയത്ത് മാനത്തുമംഗലം, മാനത്തുമംഗലം എന്ന ഗ്രാമത്തിൽ നിന്നാണ്. ഫി വിലായത്ത് കേരള, കേരള സംസ്ഥാനത്തിൽപ്പെട്ട. വഹിയ ഖറിയ സഗീറ, ചെറിയ ഗ്രാമമാണ്. എവിടെയുള്ള? ഫി മുഖാത്താത്ത് മലപ്പുറം, മലപ്പുറം ജില്ലയിലുള്ള. അങ്ങനെ മാറ്റി പറയാം. ഓക്കെ, വഅൻത മിനൈൻ, നീ എവിടുന്നാണ് വരുന്നത്. വഅൻത മിനൈൻ, നീ എവിടുന്നാണ് വരുന്നത്. അപ്പൊ അബ്ദുള്ള പറയാണ്, അന മിൻ മൻതിഖത്ത് നൂഹ്, ഞാൻ നൂഹ് മൻതിഖ എന്ന് പറഞ്ഞാൽ പ്രദേശത്തിൽ നിന്നാണ്. ഫി വിലായത്ത് ഹരിയാന, ഹരിയാന ഹരിയാന സ്റ്റേറ്റിലുള്ള. അൽ ഖരീബ മിൻ ഹുന, ഇവിടുന്ന് അടുത്താണ് എന്ത്, എന്റെ നൂഹ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്ക് ഇവിടുന്ന് അടുത്താണുള്ളത്. ഖരീബത്ത് നൂഹ്, ഇവിടെ അടുത്തുള്ള നൂഹ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ, മാതാ യഅമൽ വാലിദാക യാ അബ്ദുള്ള, പിന്നെ മാജിൻ അബ്ദുള്ളയോട് ചോദിച്ചാ, മാതാ യഅമൽ, എന്താണ് വാലിദാക യഅമൽ ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്. വാലിദാക, നിന്റെ മാതാപിതാക്കൾ എന്താണ് ചെയ്യുന്നത്. യാ അബ്ദുള്ള, നിന്റെ മാതാപിതാക്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അബ്ദുള്ള പറയാണ്, വാലിദി ഫല്ലാഹ്, എന്റെ അബ്ദുള്ള പറയാണ്, എന്റെ ഉപ്പ കൃഷിക്കാരനാണ്. യംതലികു വാലിദി ഖിത്അത അർളിൻ കബീറ ഫിൽ ഖറിയ, ഗ്രാമത്തിൽ വലിയൊരു ഭൂമി എന്റെ ഉപ്പാക്കുണ്ട്. നസ്റഉ ഫിഹാ, ഞങ്ങൾ അവിടെ കൃഷി ചെയ്യും. മുഖ്തലിഫുൽ മഹാസിൽ, വ്യത്യസ്തമായ വിളകൾ. കൽ ഖംഹ്, ഗോതമ്പ് പോലെ. ക എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ അറിയില്ലേ, കൽ കം, ഫോർ എക്സാമ്പിൾ ലൈക്ക്, ആസ് എന്നുള്ളതിനൊക്കെ മീനിങ്ങിനാണ് ക പറയുക. കൽ ഖംഹ്, ഗോതമ്പ് പോലെ. വൽ ഉർസ്,
അരി പോലെ, വൽ അദസ് പരിപ്പ്, അദസ് എന്ന് പറഞ്ഞ പരിപ്പിനെ പറയാം, വൽ ഖലറവാത്ത് പച്ചക്കറികൾ. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്താവും കൃഷി ചെയ്യുന്നുണ്ട്. വനബി ഹാഫി സൂഖ് അങ്ങനെ ഞങ്ങളത് അങ്ങാടിൽ സൂഖറ മാർക്കറ്റിൽ ഞങ്ങളത് വിൽക്കും അല്ലെ. അൽ ഫലാഹ കൃഷി എന്ന് പറയുന്നത് ഹിയ മെഹന ആയിലത്തിൽ തക്ലീദിയ, മെഹന ആയിലത്തിൽ തക്ലീദിയ എന്റെ എന്താ പറയാ പാരമ്പര്യമായി കൈമാറി വരുന്ന കുടുംബ ജോലിയാണ് കൃഷി എന്ന് പറയുന്നത്. ഫലാഹ കൃഷി, മെഹന പറഞ്ഞ ജോലി, ആയിലത്തി ആയില പറഞ്ഞ മൈ ഫാമിലി, ആയില പറഞ്ഞ മൈ ഫാമിലി, തക്ലീദിയ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിക്കൊണ്ട് പാരമ്പര്യമായിക്കൊണ്ട് കൈമാറ്റം ചെയ്തു വരുന്ന ഒരു ജോലിയാണ് കൃഷി എന്ന് പറയുന്നത് അല്ലെ. തക്ലീദിയ പാരമ്പര്യ ജോലി. വഹിയ ഖറിയത്തുന വഫി ഖറിയത്തിന ഞങ്ങളുടെ ഗ്രാമത്തിൽ മുഅ്ലമുന്നാസ് ഭൂരിപക്ഷ ആൾക്കാരും മിനൽ ഫല്ലാഹിൻ കൃഷിക്കാരാണ്. വാലിദത്തി എന്റെ ഉമ്മ റബ്ബത്തു ബൈത്ത് ആരാണ്? റബ്ബത്തു ബൈത്ത് എന്റെ ഉമ്മ ഹൗസ് വൈഫാണ്. വമാദാ അൻ ആയിലത്തിക അഖി മാതാ അൻ ആയിലത്തിക് വാട്ട് അബൌട്ട് യുവർ ഫാമിലി. ആയില എന്ന് പറഞ്ഞ ഫാമിലി, ആയിലത്തി എന്ന് പറഞ്ഞ മൈ ഫാമിലി, ആയിലത്തക് എന്ന് പറഞ്ഞ യുവർ ഫാമിലി. ലാസ്റ്റ് എന്ന് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ യുവർ ഫാമിലി. അപ്പൊ ഒമാദാ അൻ അൻ അബൌട്ട് മാതാ വാട്ട് അബൌട്ട് യുവർ ഫാമിലി മൈ ബ്രദർ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മാതിൻ മറുപടി പറയാണ്, എന്റെ വാലിദി മുഅല്ലിം ഫി മദ്രസ സാനവിയ ഹുക്കുമിയ, എന്റെ ഉപ്പ സെക്കൻഡറി ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകനാണ്. മുഅല്ലിം എന്ന് പറഞ്ഞ അധ്യാപകനാണ്. ഫി മദ്രസ സ്കൂളിൽ, സാനവിയ സെക്കൻഡറി സ്കൂളിൽ, ഹുക്കൂമിയ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ്. അസ്ലൻ അദ്ദേഹം യഥാർത്ഥത്തിൽ ഖിറീജു മദ്രസ ദീനിയ ഒരു ദീനിയായ കോളേജ് മദ്രസയിൽ നിന്നും, ദീനിയായ ഇസ്ലാം പഠിപ്പിക്കപ്പെടുന്ന ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എന്തായതാണ് ഖിറീജ് ബിരുദമെടുത്തിറങ്ങിയ ആളാണ് എന്റെ ഉപ്പ. വഖദ് അല്ലമന ലുഗതൽ അറബിയ, അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പ എന്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? അറബി ഭാഷ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുൻദു തുഫൂല ചെറുപ്പകാലം മുതലേ, മുൻദു പറഞ്ഞ മുതൽ എന്നുള്ള മീനിങ് ആണ്. മുൻദു തുഫൂല ചെറുപ്പകാലം മുതലേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖിറാഅത്തൻ അറബി ഭാഷ വായിക്കാനും, വനുത്ഖൻ സ്പീക്ക് ചെയ്യാനും, വകിതാബത്തൻ റൈറ്റ് ചെയ്യാനും അല്ലെ. അപ്പൊ അബ്ദുള്ള പറയാണ് വല്ലാഹി ലം അൻതബി ഇലാ ദാലിക്, ഞാൻ മറന്നുപോയി, ഞാൻ അതിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല. വല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് വല്ലാഹി ഉപയോഗിക്കുക. അത് അറബികളുടെ ഒരു ശൈലിയാണ് അല്ലെ. വല്ലാഹി അള്ളാഹിനെ തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വല്ലാഹി അറബികൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ലം അൻതബി ഇലാ ദാലിക്, ഞാൻ അതിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല, അവന്റെ അറബി ഭാഷ വളരെ ഉഷാറാണെന്ന് പറയാണ്. കാൻ ലാബുദ്ദലി അൻ അസ്തഖരിബ്, എനിക്ക് വിചിത്രമാകാതിരിക്കാൻ എങ്ങനെ സാധിക്കും? മിൻ തലാഖത്ത് ലിസാനിക്, നിന്റെ ഫ്ലുവൻസി, നിന്റെ തലാഖത്ത് ലിസാന സ്ഫുടത, സ്ഫുടത നമ്മള് ഫ്ലുവൻസി കാരണം എനിക്ക് എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കാൻ സാധിക്കും? ഫില്ലുഖത്തിൽ അറബിയ അറബി ഭാഷയിലുള്ള തന്റെ ഈ ഫ്ലുവൻസി കാരണം എനിക്ക് അത്ഭുതപ്പെടൽ അത്യാവശ്യമാണ്. അത്ഭുതപ്പെടാതിരിക്കാൻ വയ്യ. കാരണം അൻത ഫഅലൻ തതഹദ്ദസ് ബിഹാ അഹ്സന മിന്നി, ഞാൻ ഭാഷ അറബി ഭാഷ ഫാക്കൽറ്റിയിലേക്കാണ് അഡ്മിഷൻ എടുത്തത്, എന്നിട്ട് പോലും നീ മെക്കാനിക് എഞ്ചിനീയർ ഫാക്കൽറ്റിയിലേക്കാണ് നീ അഡ്മിഷൻ എടുത്തത്. പക്ഷെ അൻത ഫിഅലൻ, നീ യഥാർത്ഥത്തിൽ ഫിഅലൻ എന്ന് പറയാം യഥാർത്ഥത്തിൽ തതഹദ്ദസ് ബിഹാ അറബി സംസാരിക്കുന്ന അഹ്സൻ മിന്നി എന്നേക്കാൾ ഉഷാറായിട്ട് അല്ലെ. വാന ഖിറീജ് മദ്രസ ദീനിയ, ഞാനൊരു ദീനിയായ മദ്രസയിൽ എന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക് സ്കൂളിൽ നിന്നും എന്തെടുത്ത ആളാണ്? ബിരുദെടുത്ത ആളാണ്. ഞാൻ അറബി ഭാഷ പഠിച്ചിട്ട് തഅല്ലംതു ലുഗൽ അറബിയ, ഞാൻ അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്. സനവാ ത്വീല ഒരുപാട് വർഷം ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നേക്കാൾ കൂടുതൽ ഞാൻ സംസാരിക്കുന്നു. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫി വാലിദിക്, എന്നിട്ട് ദുആ ചെയ്യാണ് അല്ലെ, പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. ആര്? അബ്ദുള്ള മാസിന് പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. ബാറക്കല്ലാഹു ഫി വാലിദൈ, നിന്റെ ഉമ്മയിലും ഉപ്പയിലും അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ, അവർക്ക് ഐശ്വര്യവും ക്ഷമവും നൽകട്ടെ. എന്താ കാരണം? അല്ലദൈനി റബ്ബയാക തർബിയ അൻ ഹസൻ, നല്ല ഒരു തർബിയ ഹസന, നല്ല രീതിയിൽ നിന്നെ പരിപാലിച്ചു. മാഷാ അല്ലാഹ് ഉഷാറായി, അറബി ഭാഷയൊക്കെ ഉഷാറായി സംസാരിക്കുന്നു. നിന്റെ ഉപ്പക്കും ഉമ്മയ്ക്കും എന്ത് ചെയ്യട്ടെ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, കാരണം അവര് നിന്നെ നല്ല രീതിയിൽ എന്തായി പരിപാലിച്ചു. ശരി, എന്നിട്ട് ചോദിക്കുകയാണ് അബ്ദുള്ള ചോദിക്കുകയാണ് മാജിനോട്, നീ നിന്റെ ഉപ്പയെ കുറിച്ച് പറഞ്ഞു, ഉമ്മയെ കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത്? മാതാ ആൻ വാലിദത്തിക് അഖി, വാട്ട് അബൌട്ട് യുവർ മദർ മൈ. അപ്പൊ മാജിൻ പറയാണ് വാലിദത്തി, എന്റെ ഉമ്മ ഹഫിളഹ അല്ലാഹ്, അവരെ അള്ളാഹു സംരക്ഷിക്കട്ടെ.
തുദർരിസു മാദത്തുൽ ലുഗൽ അറബിയ്യ ഫി മദ്രസത്തിൽ ബനാത്ത് വാഖിഅ ബിൽ ഖുർബ് മിനൽ ബൈത്ത്. വീടിന്റെ ബിൽ ഖുർബ് മിനൽ ബൈത്ത് പറഞ്ഞാൽ വീടിന്റെ അടുത്തുള്ള, ബൈത്ത് പറഞ്ഞാൽ വീട് അല്ലെ, ബിൽ ഖുർബ് മിനൽ ബൈത്ത് വീടിന്റെ അടുത്തുള്ള, ബിൽ ഖുർബ് മിനൽ മദ്രസ മദ്രസയുടെ അടുത്തുള്ള, ബിൽ ഖുർബ് മിനൽ മുസ്തഷ്ഫ ആശുപത്രിയുടെ അടുത്തുള്ള അല്ലെ. അപ്പൊ എന്ന് പറയാം ബിൽ ഖുർബ് മിനൽ ബൈത്ത് വീടിന്റെ അടുത്തുള്ള ഒരു വുമൻസ് സ്കൂൾ, അതായത് വിദ്യാർത്ഥിനികൾക്ക് മാത്രമായുള്ള ഒരു സ്കൂളിൽ അറബി ഭാഷ പഠിപ്പിക്കുകയാണ് ആര്? എന്റെ ഉമ്മ. വഖദ് അല്ലമത്ന എന്റെ ഉമ്മ ഞങ്ങളെ പഠിപ്പിച്ചു, ഉമ്മുന ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ പഠിപ്പിച്ചു, അന്ന ഉമ്മുന എന്ന് പറയാ, ഉമ്മി എന്ന് പറയാ എന്റെ ഉമ്മ, ഉമ്മുന പറയാ ഞങ്ങളുടെ ഉമ്മ. വഖദ് അല്ലമത്ന ഞങ്ങളെ മക്കളെ ഉമ്മ പഠിപ്പിച്ചത് എന്താ? അന്ന ഹുനാക തുറുഖൻ മുഖ്തലിഫ ലിത്തഹയ്യ ബിൽ അറബിയ അറബി ഭാഷയിൽ ഗ്രീറ്റിംഗ്സ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. ഹുനാക തുറുഖ് എന്ന് പറയുന്ന വഴികളുണ്ട്, മുഖ്തലിഫ there are many ways എന്തിന് ടു ഗ്രീറ്റിംഗ് ഇൻ അറബി ഭാഷയിൽ ഗ്രീറ്റ് ചെയ്യാൻ അല്ലെ. ഇല്ല അൻ അഫ്ളലഹ പക്ഷെ അതിൽ ഏറ്റവും ഉഷാറായത് ഏറ്റവും ബെസ്റ്റ് ഏതാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയില്ല. അപ്പൊ നമ്മൾ ആരെ കണ്ടാലും എന്ത് പറയണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം. അതാണ് ഏറ്റവും ഉഷാറായ ഗ്രീറ്റിംഗ്സ്. കേട്ടാൽ എന്ത് തിരിച്ചു പറയണം? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തിരിച്ചു പറയണം അല്ലെ. അപ്പൊ അബ്ദുള്ള പറയാണ് മാഷാ അല്ലാഹ് ലഖദ് സദഖ അശ്ശാഇർ, ലഖദ് സദഖ അശ്ശാഇർ. ഹാഫിൽ ഇബ്രാഹിം എന്ന് പറഞ്ഞ വലിയ കവിയാണ്. അവര് സത്യം പറഞ്ഞിരിക്കുന്നു. ഹൈന ഖാൽ അവര് പറഞ്ഞു, അവര് കവിത പാടിയിട്ടുണ്ട്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ശഅബൻ തയ്യിബൽ ആറാഖ്. ഉമ്മ എന്ന് പറഞ്ഞാൽ അതൊരു വിദ്യാലയമാണ്. ഇദാ അഅദത്തഹ ആ ഉമ്മയെ പരിപാലിച്ചാൽ, വളർത്തിയെടുത്താൽ, അതായത് ഇതിൽ പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യമല്ലേ. സ്ത്രീകൾ വിദ്യാസമ്പന്നരായാൽ മാത്രമേ ഒരു സമുദായം, കാരണം ഒരു കുട്ടി ജനിച്ചാൽ ഉമ്മാന്റെ മടിത്തട്ടിലാണ് വളരുന്നത് അല്ലെ. അപ്പൊ ഉമ്മാന്റെ മടിത്തട്ടിൽ വളരുന്ന ആ കുട്ടി ലോകം തന്നെ കീഴടക്കാൻ സാധിക്കും. ഉമ്മ നൽകുന്ന പാഠങ്ങൾ, ഉമ്മ നൽകുന്ന അഡ്വൈസ് അതൊക്കെ അനുസരിക്കുകയാണെങ്കിൽ. അപ്പൊ അതിന് ഉമ്മ എന്താവണം? ആദ്യം വിദ്യാസമ്പന്നയാവണം. അതാണ് പറയുന്നത്. അപ്പൊ സ്ത്രീ വിദ്യാസമ്പന്നയാവുന്നതിന് പ്രാധാന്യമാണ് ഈ വരികളിലൂടെ ഹാഫിൽ ഇബ്രാഹിം എന്ന കവി നമ്മളെ സൂചിപ്പിക്കുന്നത്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ ഉമ്മ ഒരു വിദ്യാലയമാണ്. ആ ഉമ്മയെ നമ്മൾ നല്ല ഉഷാറായി ടീച്ച് ചെയ്യുകയാണെങ്കിൽ അഅദത്ത നമ്മൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് ഷഅബൻ തയ്യിബൽ ആറാഖി നല്ല ഒരു നാഷനെയാണ് ഉണ്ടാകുന്നത്, ഒരു സമുദായത്തെയാണ് വാർത്തെടുക്കുന്നത് എന്ന് പറയാണ് അല്ലെ. ഉവാഫിഖുക തമാമ. എന്നിട്ട് അബ്ദുള്ള പറയാണ് ഞാൻ നിന്നോട് ഞാൻ എന്താ പറയുക യോജിക്കുന്നു. ഉവാഫിഖുക തമാമ ഞാൻ നിന്നോട് യോജിക്കുന്നു. അന്ന അഫ്ളല തഹയ്യത്ത് ബിൽ അറബിയ അറബി ഭാഷയിലെ ഏറ്റവും നല്ല ഗ്രീറ്റിംഗ്സ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയലാണ്. വജവാബു അപ്പൊ അതിന്റെ മറുപടി എന്ത് പറയണം? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയലാണെന്നുള്ള വിഷയത്തിൽ നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, നീ പറഞ്ഞത് ശരിയാണെന്ന് പറയാണ് ആര്? അബ്ദുള്ള മാസിനോട്. ശരി. അങ്ങനെ മാസിൻ അഹമ്മദ് അറബി ഭാഷ പഠിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കാണ് അല്ലെ. അൽഹംദുലില്ലാഹില്ലദീ വഫഖനി അൻ അതഅല്ലമ അൽ അറബിയ്യ. അറബി ഭാഷ പഠിക്കാൻ എനിക്ക് അള്ളാഹു തൗഫീഖ് നൽകി, അനുഗ്രഹം നൽകി. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വൽ ഫദ്ലു ഫിഹി യർജിഉ ഇലാ വാലിദയ്യൽ കരീമൈൻ. ഏറ്റവും ഔദാര്യം കാണിച്ച, അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്ത എന്റെ ഉപ്പാക്കും ഉമ്മാക്കുമാണ് അതിന്റെ എല്ലാ ക്രെഡിറ്റും. അങ്ങനെ എല്ലാ ക്രെഡിറ്റും ഇന്ന ആൾക്കാണെന്ന് നമ്മൾ പറയാമല്ലോ. അതിനൊക്കെ അറബിൽ പറയുന്ന ഒരു വേർഡാണ് വൽ ഫദ്ലു ഫിഹി യർജിഉ. അപ്പൊ നമ്മൾ ഏതെങ്കിലും അച്ചീവ്മെന്റ് നമ്മൾ നേടിയെടുത്തു, അപ്പൊ നമ്മൾ പറയാം അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം വൽ ഫദ്ലു ഫീഹി യർജിഉ ഇലാ. ഇപ്പൊ അതിന്റെ ക്രെഡിറ്റ് മൊത്തം മുഹമ്മദിനാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാം വൽ ഫദ്ലു ഫീ യർജിഉ ഇലാ മുഹമ്മദ്. അതിന്റെ ക്രെഡിറ്റ് മുഴുവനും മുഹമ്മദിനാണ്. അപ്പൊ ഇലാ എന്നതിന് ശേഷം ആർക്കാണ്? അപ്പൊ വൽ ഫദ്ലു ഫീ യർജിഉ ഇലാ അഖി, എന്റെ ബ്രദർ, അപ്പൊ എന്റെ സഹോദരനാണ് എല്ലാ ക്രെഡിറ്റും എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് വൽ ഫദ്ലു ഫീ യർജിഉ ഇലാ അഖി. അപ്പൊ വൽ ഫദ്ലു ഫീ യർജിഉ എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഹഫിളഹുമുല്ലാഹു വറആഹുമ. അല്ലാഹു എന്റെ ഉമ്മയും ഉപ്പയും കാക്കട്ടെ. അല്ലദൈന ഇഹ്തമ്മ ബിതഅലീം അൽ-ലുഗത്തിൽ അറബിയ്യ ലിബ്നിഹിമാ. ഐ അന
വബ്നതിഹിമ, എനിക്കും എന്റെ അനിയത്തിക്കും, അതായത് എനിക്കും അവരുടെ മകൾക്കും, അതായത് എന്റെ അനിയത്തി അല്ലെ, അവർക്ക് രണ്ടുപേർക്കും അറബി ഭാഷ പഠിപ്പിച്ച എന്റെ ഉമ്മാക്കും ഉപ്പാവും അള്ളാഹു കാലത്ത് രക്ഷിക്കട്ടെ എന്ന് പറയാണ്. ശരി. ഐ ഉഖ്തി മുൻദു തുഫൂല, എന്ന് മുതൽ, മുൻദു എന്ന് പറഞ്ഞാൽ മുതൽ, മുൻദു തുഫൂല ചെറുപ്പകാലം മുതൽ, വഹിയ നിഅമത്തുൻ കുബ്ര, അത് വളരെ വലിയ അനുഗ്രഹമാണ്, ലിൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണ് അറബി ഭാഷ പഠിക്കുക എന്നുള്ളത്. കാരണം എന്താ വെച്ചാല് മുസ്ലിമിന്റെ ഖുർആന്, ഹദീസ് ഇതൊക്കെ അറബിയിലാണല്ലോ ഉള്ളത് അല്ലെ. അപ്പൊ അതൊക്കെ കേവലം പാരായണം ചെയ്യുക എന്നുള്ളത് മാത്രല്ല അല്ലെ, അത് അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യുക എന്നുള്ളത് സ്പെഷ്യൽ പവർ തന്നെയാണല്ലോ. അർത്ഥം മനസ്സിലാക്കി ഓതുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു ഭയഭക്തി കൂടുമല്ലോ. അപ്പൊ അർത്ഥം മനസ്സിലാക്കി ഓതാൻ സഹായിക്കുന്നതാണ് അറബി ഭാഷ ചെറുപ്പകാലം മുതൽ തന്നെ പഠിക്കുക എന്നുള്ളത് അല്ലെ. അത് പറയാണ് ഖുർആൻ കരീം വയഫ്ഹമു മആനീഹി, അർത്ഥം മനസ്സിലാക്കുക, മുബാശറതൻ പെട്ടെന്ന് തന്നെ അർത്ഥം മനസ്സിലാക്കുക, ദൂനൽ ഹാജത്തി ഇല തർജമ വൽ ലുഗത്തിൽ അറബിയ, ദൂനൽ ഹാജത്തി ഇല തർജമ, ട്രാൻസ്ലേഷൻ ആവശ്യമില്ല, ഒരു പരിഭാഷയിലേക്ക് ആവശ്യമില്ലാതെ തന്നെ ഫസ്റ്റ് നമുക്ക് ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അറബി ഭാഷ ചെറുപ്പകാലം മുതൽ തന്നെ പഠിച്ചുകൊണ്ടുള്ള ഒരു ഒരു പവർ എന്ന് പറയുന്നത്. ഓക്കെ. വല്ലുഗത്തുൽ അറബിയ ലുഗത്തുൻ ജമീലത്തുൻ വസരിയത്തുൻ ബിമുഫ്രദാത്തിഹ, അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ലുഗത്തുൻ ജമീലത്തുൻ, വളരെ ഭംഗിയുള്ള ഭാഷയാണ്, വസരിയത്തുൻ ബിമുഫ്രദാത്തിഹ, അതിന്റെ പദങ്ങൾ കൊണ്ട് അത് സമ്പുഷ്ടമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പദങ്ങളുണ്ട് അറബി ഭാഷയിൽ, മറ്റു ഭാഷകളെക്കാൾ കൂടുതൽ പദങ്ങൾ അറബി ഭാഷയിലാണ് ഉള്ളത്. അറബി ഭാഷയിൽ ഏതൊരു വസ്തുവിനും ചെറിയ മൈന്യൂട്ടായ ഭാഗത്തിന് വരെ അറബിയിൽ വേർഡുകളുണ്ട്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉണ്ടായിരിക്കണം എന്നില്ല. ഇപ്പൊ നോക്കൂ, മൂക്കിന്റെ ഈ അറ്റത്തിന് എന്താ പറയാ, നടുവിലത്തെ ഭാഗത്തിന് എന്താ പറയാ, അതിനൊക്കെ വ്യത്യസ്ത. ഒട്ടകത്തിന്റെ മൂക്കിന് എന്താ പറയാ, അതേപോലെ കുതിരയുടെ മൂക്കിന് എന്താ പറയാ, ഇനി സാധാരണ പശു, പോത്ത് അങ്ങനത്തെ മൃഗങ്ങളുടെ മൂക്കിന് എന്താ പറയാ. ഓരോ ഓരോ അർത്ഥത്തിനും വ്യത്യസ്തമായ പദങ്ങൾ അറബി ഭാഷയുണ്ട്. അറബി ഭാഷ അതുകൊണ്ട് തന്നെ ഒരുപാട് പദങ്ങളുള്ള ഒരു ഭാഷയാണ്. അതാണ് സരിയത്തുൻ ബിമുഫ്രദാത്തിഹ. ഇദ് അന്ന ലഹ താരീഖൻ അരീഖൻ ജിദ്ദൻ, അതിന് പൗരാണികമായ ഒരുപാട് ചരിത്രം ഉണ്ട്. വഅൻത യാ അഖി, സഹോദര, കൈഫ അഖ്ബൽത അലാ തഅല്ലുമിൽ ലുഗത്തിൽ അറബിയ വഅൻത അൽആൻ തതഖസ്സസു ഫിഹ, എന്റെ സഹോദര, മൈ ബ്രദർ, അഖി എന്ന് നമ്മൾ പറഞ്ഞു, മൈ ബ്രദർ അല്ലെ, എന്റെ സഹോദര, നീ എന്തുകൊണ്ടാണ് അറബി ഭാഷ പഠിക്കാൻ വേണ്ടി വന്നത്? നീ എന്തുകൊണ്ടാണ് അറബി ഭാഷയിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മാസുൻ അഹമ്മദ്. ആരോട്? അബ്ദുള്ളയോട്. ഓക്കെ. അപ്പൊ അബ്ദുള്ള പറയുന്നത് കേൾക്കൂ. വാലിദി ഫല്ലാഹ് അല്ലെ, എന്റെ ഉപ്പ, എന്റെ ഫാദർ ഫല്ലാഹുൻ, കൃഷിക്കാരനാണ്. റജുലുൻ തഖിയ്യൻ, ഒരു നിഷ്കളങ്കനായ ഒരാളാണ്. വഖദ് ഹറസ അൻ അദ്റുസ ഫി മദ്രസ ദീനിയ, ഞാൻ ഒരു ദീനി, ഒരു ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഇസ്ലാമിക് ശരീഅത്ത് പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ പഠിക്കണം എന്നായിരുന്നു എന്റെ ഉപ്പാന്റെ ആഗ്രഹം. വഅതഅല്ലമുൽ ലുഗൽ അറബിയ, അറബി ഭാഷ പഠിക്കണം എന്നായിരുന്നു ഉപ്പാന്റെ ആഗ്രഹം. വഅതബഹർ ഫി ഉലൂമിദ്ദീൻ, ദീനിയായ ജ്ഞാനങ്ങളിൽ ഞാൻ അഗാധമായി പഠിക്കണം എന്നുമായിരുന്നു എന്റെ ഉപ്പാന്റെ ആഗ്രഹം. വബഅദ അൻ തഖറജതു ഫി മദ്രസ ദീനിയ, ഞാൻ എന്റെ ശരിയ കോളേജിൽ നിന്നും, മദ്രസ ദീനിയ എന്ന് പറഞ്ഞ ദീൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഞാൻ പുറത്തിറങ്ങിയതിനു ശേഷം, ബിരുദം എടുത്തിറങ്ങിയതിനു ശേഷം, ബിഹദൽ മദാരിസ് ദീനിയൽ കുബ്ര ഫി ഷമാൽ ഹിന്ദ്, നോർത്ത് ഇന്ത്യയിലെ വലിയ മദ്രസകൾപ്പെട്ട ഒരു മദ്രസയിൽ നിന്നും, ഒരു ഇസ്ലാമിക് മദ്രസയിൽ നിന്നും, ഒരു ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഞാൻ ബിരുദമെടുത്ത് ഇറങ്ങിയതിനു ശേഷം ഞാൻ എന്റെ ഉപ്പനോട് സമ്മതം ചോദിച്ചു. ഞാൻ കോളേജിൽ ചേരാൻ, ഔ ജാമിയ ഹുക്കൂമിയ, അല്ലെങ്കിൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ. എന്തിന്? ഫിൽ അദബിൽ അറബി, അറബി ലിറ്ററേച്ചറിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി. അതിനലി, എങ്ങനെ ഉപ്പ എനിക്ക് സമ്മതം തന്നു, അറബി ഭാഷയിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ എനിക്ക് ഉപ്പ സമ്മതം തന്നു അല്ലെ. വനസഹനി ബിൽ ഇഖ്ലാസ് ഫി ദിറാസ, ആത്മാർത്ഥമായി പഠിക്കണമെന്ന് എന്റെ ഉപ്പ എന്നെ ഉപദേശിച്ചു. ഓക്കെ. നെക്സ്റ്റ് മാസിൻ പറയാണ്, റാഇഅ, മാഷ, റാഇഅ എന്ന് പറഞ്ഞാൽ അത്ഭുതം, സന്തോഷം എന്നൊക്കെ മീനിങ്. റാഇഅ സന്തോഷം.
ഭംഗിയുള്ള കാര്യം എന്നൊക്കെ നമുക്ക് അർത്ഥം. وإلى ما تطمح بعد إكمال دراستك الجامعية وإلى ما تطمح നീ എന്താണ് ആഗ്രഹിക്കുന്നത് بعد إكمال دراستك الجامعية നിന്റെ യൂണിവേഴ്സിറ്റി പഠനത്തിന് ശേഷം നീ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് മാസിൻ അഹമ്മദ് അബ്ദുള്ളയോട് ചോദിക്കുകയാണ്. അപ്പൊ അബ്ദുള്ള പറയാണ്, ലം ഉഫക്കിർ ഫിൽ മൗളൂഇ ബഅദ്, ഞാൻ ഇതുവരെ ആ വിഷയത്തിൽ ചിന്തിച്ചിട്ടില്ല. غير أنني أطمح إلى أن أكون أستاذا مقتدرا في اللغة العربية. പക്ഷേ ഞാൻ അറബി ഭാഷയിൽ നല്ല കഴിവുള്ള ഒരു പ്രൊഫസർ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. وماذا عنك أخي? What about you, my brother? നിന്നെ കുറിച്ച് എന്താ പറയാനുള്ളത്, നിന്റെ ആഗ്രഹം എന്താന്ന് തിരിച്ച് ആര് ചോദിക്കുകയാണ്? അബ്ദുള്ള ചോദിച്ചാണ്. കാരണം അൻതദറുസുൽ ഹൻദസൽ മെക്കാനിക്കിയ അല്ലെ, മാസിൻ അഹമ്മദ് എവിടെ പഠിക്കുന്നത്? ഹൻദസ മെക്കാനിക്കിയ, മെക്കാനിക് എഞ്ചിനീയർ ആണ് പഠിക്കുന്നത് അല്ലെ. തുജീദുൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷ നിനക്ക് നല്ല ഉഷാറായിട്ട് അറിയാം. നുത്ഖൻ, സംസാരിക്കാൻ അറിയാം. കിതാബത്തൻ, റൈറ്റ് ചെയ്യാൻ അറിയാം. ഫഹമൻ, അത് മനസ്സിലാക്കാനും അറിയാം. ഫഅമാമക ഫുറസ് കസീറ ലിൽഅമൽ ഫിൽ ഖലീജ് അറബി, അറബി കൺട്രികളിൽ ജോലി ചെയ്യാൻ നിനക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട് അല്ലെ. ഒരുപാട് അവസരങ്ങളുണ്ട്. കാരണം നിനക്ക് അറബി ഭാഷ അറിയാൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നീ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഏതിലാണ്? മെക്കാനിക് എഞ്ചിനീയറിലാണ്. അപ്പൊ നിനക്ക് ഗൾഫ് കൺട്രിയിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. നിനക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ആര് ചോദിക്കുകയാണ്? അബ്ദുള്ള മാസിൻ അഹമ്മദിനോട് ചോദിക്കുകയാണ്. മാസിൻ അഹമ്മദ് പറയാണ്, മാക ഹക്കുൻ അഖി, ശരിയാണ് നീ പറഞ്ഞത്. മാക ഹക്കുൻ അഖി എന്ന് പറഞ്ഞാൽ മൈ ബ്രദർ, നീ പറഞ്ഞത് ശരിയാണ് എന്ന് മീനിങ് ആണ്. നമുക്ക് ഒരാൾ പറഞ്ഞാൽ, ഒരാൾ ഒരു കാര്യം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറയാൻ വേണ്ടിട്ട് മാക ഹക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. മാക ഹക്ക്, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് അറിയിക്കാൻ വേണ്ടി മാക ഹക്ക് അഖി എന്ന് പറഞ്ഞു. നോക്കി. ലാക്കിൻ തഅല്ലംതുൽ അറബിയ, പക്ഷേ ഞാൻ അറബി ഭാഷ പഠിച്ചത് എന്തിനു വേണ്ടിയല്ല? ഗൾഫ് കൺട്രികളിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. കാരണം ഞാൻ അറബി ഭാഷ പഠിച്ചത് ലിഅഫ്ഹമ മആനിൽ ഖുർആനിൽ കരീം, ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വത്തല അല സഖാഫത്തുൽ അറബിയ മുബാശറത്തൻ, അറബി കൾച്ചർ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു കൂട്ടം ജനങ്ങളുടെ, ഒരു ജനസമുദായത്തിന്റെ കൾച്ചർ, സംസ്കാരം മനസ്സിലാക്കണമെങ്കിൽ ആ ജനസമുദായത്തിന്റെ ഭാഷ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ നമ്മൾ അറബി കൾച്ചർ വായിക്കേണ്ടത് മലയാളത്തിലല്ല, അറബി കൾച്ചർ വായിക്കേണ്ടത് ഇംഗ്ലീഷിലല്ല, അത് അറബിയിലാണ്. കാരണം ഓരോ ജനസമുദായത്തിന്റെയും കൾച്ചറിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് ആ ജനസമുദായത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് അതിന്റെ ആ യഥാർത്ഥ കൾച്ചർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, മനസ്സിലാക്കുന്നതിൽ നിന്നും നമുക്കത് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ. ഫൈദാ ഖദ്ദറ അല്ലാഹു അൻ അഅമല ഫിൽ ഖലീജ് ഫൽയകുൻ ദാലിക്, അല്ലാഹു അങ്ങനെയാണ് കണക്കാക്കുന്നതെങ്കിൽ, ഗൾഫ് കൺട്രിയിൽ, ഖലീജാണ് ഗൾഫിലെ, ഗൾഫിൽ ജോലി ചെയ്യാനാണ് കണക്കാവുന്നത് എങ്കിൽ, അള്ളാഹു അങ്ങനെയാണ് കണക്കാക്കിയത് എങ്കിൽ, അതാണല്ലോ ഇസ്ലാമിന്റെ വിശ്വാസം അല്ലെ. അള്ളാഹു നിന്റെ കണക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഫൽയകുൻ ദാലിക്, അങ്ങനെ ആകട്ടെ. ഖൽബി മുഫഅമുൻ, എന്റെ ഹൃദയത്തിൽ നിറക്കപ്പെട്ടതാണ്, എന്ന് വെച്ചാൽ എന്റെ ഹൃദയത്തിൽ എന്തിനോടുള്ള ആഗ്രഹം മാത്രാണ്. ബിമശാഇരി ശുക്രി വൽ ഇംതിനാൻ, എന്റെ ഹൃദയത്തിൽ നിറക്കപ്പെട്ടതാണ് ബിമശാഇരി ശുക്രി, ഫീലിങ്സിന്റെ, ശുക്രി വൽ ഇംതിനാൻ, നന്ദി എന്ന ഒരു ഫീലിങ്സ്, ആ ഫീലിങ്സ് ആണ് എന്റെ ഹൃദയത്തിൽ മുഴുവൻ. കടപ്പാട്, തഖ്ദീർ, ഇംതിനാൻ, കടപ്പാടും നന്ദിയും ആർക്കാണ്? ലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കാണ്. അല്ലദൈനി ഇഹ്തമ്മാ ബിതഅലീമിന അൽ-ലുഗൽ അറബിയ, അറബി ഭാഷ ഞങ്ങളെ പഠിപ്പിക്കൽ കൊണ്ട് വളരെയധികം ഗൗനിച്ച എന്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്റെ കടപ്പാടും എന്റെ നന്ദിയും കൊണ്ട് എന്റെ ഹൃദയം നിറക്കപ്പെട്ടതാണ്. അത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ ഒരു അനുഗ്രഹമാണ്. ഓക്കെ. അപ്പോ അത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ ഒരു അനുഗ്രഹമാണെന്ന് പറയാം അല്ലെ. كيف وقع اختيارك على هذه الجامعة يا أخي my brother كيف وقع اختيارك على هذه الجامعة, ഈ യൂണിവേഴ്സിറ്റി നീ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നീ തെരഞ്ഞെടുത്തത് ഈ യൂണിവേഴ്സിറ്റി എന്ന് ചോദിക്കുകയാണ് അല്ലെ. അബ്ദുള്ള തിരിച്ച് മാസിനോട് ചോദിക്കുകയാണ്, മാസിൻ നിനക്ക് വേറെ ഒരുപാട് കോളേജുകൾ ഉണ്ടല്ലോ, പക്ഷെ അവിടെ ഒന്നും പോവാതെ ഈ ഒരു യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. ഓക്കെ. അപ്പൊ മാസിൻ പറയാണ്, بعد اجتيازي للمرحلة الثانوية قررت أن أدرس الهندسة. ഞാൻ സെക്കൻഡറി പഠനത്തിന് ശേഷം ഞാൻ തീരുമാനിച്ചു അൻ അദുറുസൽ ഹന്ദസ, ഞാൻ എന്ത് പഠിക്കാൻ? ഹന്ദസ, എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു.
വലം ഉഫക്കിർ യൗമൻ, ഞാൻ ഒരു ദിവസം പോലും ചിന്തിച്ചിട്ടില്ല അദ്ദിറാസ ഫി ജാമിഅത്തിൻ ഉഖറ, വേറെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഖുസൂസൻ വഅന്ന ഖിസ്മൽ ഹൻദസ ഫി ഹാദിഹിൽ ജാമിഅ മഷ്ഹൂറുൻ വതനിയൻ വദൗലിയൻ, പ്രത്യേകിച്ച് ഈ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിക്കൊണ്ടും ഇന്റർനാഷണൽ പരമായിക്കൊണ്ടും ഒരുപാട് പ്രസിദ്ധമാണ്. واحتلت مؤخرا المرتبة الثالثة في التصنيف الوطني للجامعات الهندية الذي تصدره الحكومة الهندية. ഇന്ത്യൻ ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ ഗ്രേഡിംഗിൽ 3-ാമത്തെ സ്ഥാനമാണ് ഈ യൂണിവേഴ്സിറ്റി കരസ്ഥമാക്കിയത് മുഅഖറൻ, ഈ അടുത്ത്. ഓക്കെ. ويحتل خريج كلية الهندسة بها, ഈ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി വിദ്യാർത്ഥികൾ, അവർ അതിന് പുറത്തിറങ്ങിയ ആൾക്കാരൊക്കെ മറാകിസ് ഉൽയ, ഉയർന്ന സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നു. ഫിൽ മുഅസ്സസാത്തിൽ വത്തനിയ വദ്ദൗലിയ, രാഷ്ട്രീയപരമായിക്കൊണ്ടും അതുപോലെ തന്നെ ഇന്റർനാഷണൽ പരമായിക്കൊണ്ടും ഒരുപാട് ജോലി സാധ്യതകൾ എവിടെയുണ്ട്, ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ വ്യത്യസ്തമായ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ ആൾക്കാർ. അവരുടെ ജോലി സാധ്യതകൾ വളരെയധികം വലിയതാണ്. ഒരുപാട് ജോലി സാധ്യതകൾ അവർക്കുണ്ട് എന്ന് പറയും. ഓക്കെ. അപ്പൊ അബ്ദുള്ള പറയാണ് മാക ഹഖ്, നീ പറയുന്നത് സത്യമാണ്. അലൈന ഖതലബ, വിദ്യാർത്ഥി എന്ന നിലക്ക് നമ്മളുടെ മേൽ നിർബന്ധമാണ്. അനുജിദ്, പരിശ്രമിക്കൽ. വനജ്തഹിദ്, അതിന്റെ ഓരോരോ മീനിങ് ആണ്. നുജിദ് എന്ന് പറഞ്ഞാലും പരിശ്രമിക്കൽ അനിവാര്യമാണ്. ഖദർ ഇസ്തിതാഅതിന, നമ്മെ കൊണ്ട് കഴിയുന്ന പരമാവധി. ലിനുഹഖിഖ തമയ്യുസ, ലിനുഹഖിഖ തമയ്യുസ ഫി മജാലി തഖസ്സുസിന, ഉയരാൻ വേണ്ടി. ഫി മജാലി തഖസ്സുസിന, നമ്മുടെ വിഷയത്തിൽ. ഞാൻ അറബിയാണ്, നീ ഏതാണ്? നീ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പൊ നമ്മൾ ഏതൊരു വിഷയത്തിലാണോ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ആ വിഷയത്തിൽ ഉയരാൻ വേണ്ടി നമ്മൾ കഴിവിനനുസരിച്ച് പരിശ്രമിക്കൽ അനിവാര്യമാണ്. ഒബിറ്റാലി, അക്കാരണമായിക്കൊണ്ട് നർഫഉ സുംഅത്തൽ ജാമിയ, യൂണിവേഴ്സിറ്റിയുടെ പ്രതാപത്തെയും വൽ വതൻ, രാഷ്ട്രത്തിന്റെ പ്രതാപത്തെയും നാം ഉയർത്തും. ഉവാഫിഖുക തമാമൻ, ഐ അഗ്രി വിത്ത് യു, നീ പറഞ്ഞ സത്യമാണ്. അൻത അയ്ളൻ, നീയും. മാസിൻ അഹമ്മദ് അബ്ദുള്ളയോട് പറയണം, നീയും തതഹദ്ദസൽ അറബിയ ബിതലാഖ മുദ്ഹില, അത്ഭുതപ്പെടുത്തുന്ന ഫ്ലുവൻസിയോടുകൂടെ, നല്ല ഫ്ലുവൻസിയോടുകൂടെ അറബി നീ സംസാരിക്കുന്നുണ്ട്. വസയകൂനു ലക ശഅ്നുൻ യൗമൻ, ഒരിക്കൽ നിനക്കും ഒരു ഒരു ദിനം വരും, എന്ന് വെച്ചാൽ നീ വലിയ ആളായി മാറും ഒരു ദിവസം എന്ന് പറയാം, ഇൻഷാ അല്ലാഹ്. അപ്പൊ അബ്ദുള്ള പറയാണ് അഷ്കുറുക അഖി, താങ്ക് യു മൈ ബ്രദർ. വഅതമന്ന ലക കുല്ല തൗഫീഖ് വൻ നജാഹ്, നിനക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു എന്ന് പറയും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അവന്റെ റിപ്ലൈ എന്താ പറയേണ്ടത്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇതാണ് ഏറ്റവും നല്ല ഗ്രീറ്റിംഗ്സ് അല്ലെ, അറബി ഭാഷയിൽ പറയാൻ പറ്റിയ. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മുടെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പാർട്ട് 2 നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഅസ്സലാമ.